കേരളത്തിലെ ഒരേ ഒരു കൻ്റോൺമെൻറ് എവിടെ? എന്താണ് കൻ്റോൺമെൻറ്? എന്തുകൊണ്ടാണ് ഇതിപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തുടരുന്നത്? കൂടുതലറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. കൻ്റോൺമെൻറ് എന്ന പദം കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകാറുണ്ട്. ആ സംശയം തീർക്കാൻ അതിൻ്റെ ചരിത്രവും ഭരണരീതിയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട പ്രത്യേക ഭരണപ്രദേശങ്ങളെയാണ് കൻ്റോൺമെൻറ് എന്ന് വിളിക്കുന്നത്. സൈനിക താവളവും അതിനോട് ചേർന്നുള്ള സിവിലിയൻ പ്രദേശവും ഉൾക്കൊള്ളുന്നതാണ് ഈ സംവിധാനം. സാധാരണ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ കീഴിലല്ല ഇവ പ്രവർത്തിക്കുന്നത്. പകരം കൻ്റോൺമെൻറ് ബോർഡ് എന്ന പ്രത്യേക പ്രാദേശിക ഭരണസ്ഥാപനമാണ് ഇവ ഭരിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഈ സംവിധാനം നിലനിർത്തി. കാരണം രാജ്യത്തിൻ്റെ പ്രതിരോധം ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാൽ കൻ്റോൺമെൻറ്റുകളുടെ ഭരണവും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. കണ്ണൂർ മുനിസിപ്പാലിറ്റി 1866 രൂപീകൃതമായെങ്കിലും പിന്നീട് 2015 കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്തപ്പെട്ടു. എന്നിരുന്നാലും കണ്ണൂരിലെ കൻ്റോൺമെൻറ് പ്രദേശം ഇന്നും പ്രത്യേക കൻ്റോൺമെൻറ് ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റുള്ള ജില്ല എന്ന പ്രത്യേകത കണ്ണൂരിന് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന് പോലീസിംഗ്, പൊതുജനാരോഗ്യം തുടങ്ങിയ ചില മേഖലകളിൽ പങ്കുണ്ടെങ്കിലും കൻ്റോൺമെൻറ്റിൻ്റെ പ്രാദേശിക ഭരണ നിയന്ത്രണം പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിനാണ്. ഇനി ആരെങ്കിലും കൻ്റോൺമെൻറ് എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ അതെന്ത് സാധനമാണ് എന്ന് ചോദിച്ച് അന്താളിച്ച് നിൽക്കില്ലല്ലോ.